നെക്സ്റ്റ് ഈസ് ടെർമിനോളജീസ് നോക്കാം. ആൻ ഇൻപുട്ട് നോഡ് ഓർ സോഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിരിക്കുമല്ലോ. ഇൻപുട്ട് നോഡ് ഓർ സോഴ്സ് കണ്ടെയ്ൻ ഓൺലി ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ്. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് x1 ആണ്. x1ൽ നിന്ന് എന്തായിരിക്കും, ഇൻപുട്ടിൽ നിന്ന് എന്താ ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ കാണുള്ളൂ. ഇൻപുട്ടിലേക്കൊന്നും വരില്ല. മനസ്സിലായോ? ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ഒന്നും കാണില്ല. ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഴ്സ് കണ്ടെയ്ൻസ് ഓൺലി ദ ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട് ഗോയിങ് ബ്രാഞ്ചസേ ഉണ്ടാവുള്ളൂ. ദെൻ ഔട്ട്പുട്ട് നോഡ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് സിങ്ക്. ഔട്ട്പുട്ടിലാണ് എല്ലാം കിട്ടുന്നത്. ദാറ്റ് ഈസ് x4. ഔട്ട്പുട്ടിൽ എങ്ങനെയാണ്, ഔട്ട്പുട്ടിലേക്ക് എന്താ, ഔട്ട്പുട്ടിലേക്ക് ഇൻകമിങ് ബ്രാഞ്ചസ് മാത്രമേ കാണുള്ളൂ. നമ്മൾ പറഞ്ഞു ബ്രാഞ്ചിൻ്റെ ഡയറക്ഷൻ യൂണിഡയറക്ഷണലാണ്. അപ്പോൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട് ഗോയിങ് ബ്രാഞ്ചസും ഔട്ട്പുട്ടിലേക്ക് ഇൻകമിങ് ബ്രാഞ്ചസുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. Then a path is a continuous unidirectional succession of branches along which no node is passed more than once. അപ്പം ഒരു പാത്ത് എന്ന് പറയുന്നത് SFGയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ്. ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് നോഡ്, പാത്ത്. അപ്പോൾ പാത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഫോർവേഡ് പാത്ത്, ഫീഡ്ബാക്ക് പാത്തൊക്കെ പഠിക്കാൻ പറ്റും. പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ്സ് എ കണ്ടിന്യൂസ് യൂണിഡയറക്ഷണൽ സക്സഷൻ ഓഫ് ബ്രാഞ്ചസ്. അപ്പോൾ നമ്മളൊരു പാത്ത് എടുക്കുകയാണ്. x1 നിന്ന് x2, x1 നിന്ന് x2, x2 നിന്ന് x4 ഒരു പാത്ത്. അത് അപ്പം x4 ഔട്ട്പുട്ടിലെത്താൻ ഏതൊക്കെ വഴിയുണ്ട്, x1 നിന്ന് x2, x2 നിന്ന് ഇതുവഴി x4 ദെൻ x1 ഡയറക്ഷൻ നോക്കിക്കോണം, ഔട്ട്പുട്ടിലേക്കാണ്, യൂണിഡയറക്ഷനിലാണ്. അതുപോലെ x1 to x2, x2 to x3, x3 to x4 കണ്ടോ. x1, x2, x3, x4 എന്ന് പറയുന്നൊരു വഴിയുണ്ട്. അതുവഴി പോവാം. അതിനെ പാത്തെന്ന് പറയാം. പാത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുന്നത് നോ നോഡ് ഈസ് പാസ്ഡ് മോർ ദാൻ വൺസ്. ഒരു നോഡ്, അതായത് x1, x2, x3, x4 എന്ന് പറയുന്ന വേരിയബിൾസ് ആണ് നോഡിലുള്ളത്. ഒരു നോഡിൽ കൂടെ ഒന്നിൽ കൂടുതൽ തവണ പാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പാത്തെന്ന് പറയത്തില്ല. അപ്പം ക്ലിയർ ആയോ? പാത്ത് എന്താണെന്ന് ക്ലിയർ ആയോ? ദെൻ ഫോർവേഡ് പാത്ത് ഈസ് എ പാത്ത് ഫ്രം ദ ഇൻപുട്ട് നോഡ് ടു ദ ഔട്ട്പുട്ട് നോഡ്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകും. നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചത് രണ്ടും ഫോർവേഡ് പാത്ത്സ് ആണ്. ദെൻ എ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറഞ്ഞാൽ ഓർ ഫീഡ്ബാക്ക് ലൂപ്പ് ഈസ് എ പാത്ത് വിച്ച് ഒറിജിനേറ്റ്സ് ആൻഡ് ടെർമിനേറ്റ്സ് ഓൺ ദ സെയിം നോഡ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡ് ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്നും ലൂപ്പ് ആരംഭിച്ച് എവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു, സെയിം നോഡിൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് പാത്ത്. അപ്പം നമ്മൾ പറഞ്ഞ ഇതെന്ന് പറയുന്ന ഒരു ഫോർവേഡ് പാത്താണ്. ഇതുവഴി ഇങ്ങനെ ഔട്ട്പുട്ടിലെത്തുവാണ്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഇതും ഒരു ഫോർവേഡ് പാത്താണ്. ഇതുവഴി ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പോവാണ്. ഇത് രണ്ടും ഫോർവേഡ് പാത്താണ്. പക്ഷെ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നോഡിൽ തുടങ്ങി ഡയറക്ഷൻ ഇങ്ങനെയാണ്, x3 വന്നു, x2 നിന്ന് x3 വന്നു. പക്ഷേ ഇവിടുത്തെ ഡയറക്ഷൻ തിരിച്ചാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വേണം. ഇങ്ങനെയാണെങ്കിൽ ഒരു നോഡിൽ തുടങ്ങി ആ നോഡിൽ തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് പാത്ത് ഓർ എ ഫീഡ്ബാക്ക് ലൂപ്പ്. ദാറ്റ് ഈസ് x2 നിന്ന് x3 പോയി ബാക്ക് ടു x2. ക്ലിയർ ആണല്ലോ? അതിനെയാണ് ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇപ്പം x3 നോക്കി, ഇവിടെ ഒരു സെൽഫ് ലൂപ്പേ ഉള്ളൂ. x3 ഒരു നോഡിന് സ്വന്തമായിട്ടുള്ളത്. അതിനാണ് ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ ബ്രാഞ്ച്. ഒരൊറ്റ ബ്രാഞ്ചേ കാണുള്ളൂ. ഇപ്പം x4 സെൽഫ് ലൂപ്പ് വേണമെങ്കിൽ x4 മാത്രമായിട്ടായിരിക്കും ആ ലൂപ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരൊറ്റ ബ്രാഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉള്ളത് x3 A33 ഗെയിനുള്ള ഒരു ലൂപ്പ് x3 ദെൻ എ ഗെയിൻ ഓഫ് എ ബ്രാഞ്ച് ഇസ് എ ട്രാൻസ്മിഷൻ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ബ്രാഞ്ച്. അപ്പം ഗെയിൻ എന്ന് പറയുന്ന ടേം എന്താണ്, A21 ഇസ് ദ ഗെയിം ഓഫ് ദിസ് പർട്ടിക്കുലർ ബ്രാഞ്ച്. അതുപോലെ A12, A23 എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഗെയിൻ ഓഫ് ദാറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദ പാത്ത് ഗെയിൻ ഈസ് ദ നെക്സ്റ്റ് ആണ്. പാത്ത് ഗെയിൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ബ്രാഞ്ച് ഗെയിൻസ് എൻകൗണ്ടേർഡ് ഇൻ ദ ട്രാവേഴ്സിംഗ് പാത്ത്. അപ്പം നമ്മളിവിടെ കുറേ പാത്തുകൾ പറഞ്ഞു. ഇതാ ഫോർവേഡ് പാത്ത് പറഞ്ഞു, ഈ ഒരു പാത്ത്. ആ ഒരു പാത്തിൻ്റെ പാത്ത് ഗെയിൻ എന്ന് പറഞ്ഞാൽ A21 × A32 × A43 ആയിരിക്കും. ക്ലിയർ ആണോ? അതുപോലെ
ഇവിടെ ഓൾറെഡി വേറൊരു പാത്ത് നമ്മൾ എടുത്തായിരുന്നു ഫോർവേഡ് പാത്ത്. അതിൻ്റെ ഗെയിൻ എന്താ A21 ഇൻറ്റു A42 ആയിരിക്കും. അങ്ങനെയാണ് പാത്ത് ഗെയിൻ എന്ന് പറയുന്നത്. ദെൻ ലൂപ്പ് ഗെയിൻ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ബ്രാഞ്ച് ഗെയിൻസ് ഓഫ് ദ ലൂപ്പ്. ദാറ്റ് ഈസ് ദ ലൂപ്പ് ഗെയിൻ ഓഫ് ദ ഫീഡ്ബാക്ക് ലൂപ്പ് ഫ്രം X2 to X3. ക്ലിയർ ആണ്. നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞൊരു ലൂപ്പ് ഗെയിൻ, അതൊരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. ലൂപ്പിൻ്റെ ഗെയിൻ ഇത് A32, തിരിച്ചുള്ളത് A23. സോ ലൂപ്പിൻ്റെ ഗെയിൻ എന്താ A32 ഇൻറ്റു A23. Then two loops, paths or loop and a path are said to be non-touching if they have no nodes in common. അതായത് രണ്ട് ലൂപ്സ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ലൂപ്പോ രണ്ട് പാത്തോ എടുക്കുമ്പം നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നോൺ ടച്ചിങ് പാത്ത് അല്ലെങ്കിൽ നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് പറയണമെങ്കിൽ ദേ ഹാവ് നോ നോഡ്സ് ഇൻ കോമൺ. ഇവിടെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോർവേഡ് പാത്തുണ്ട്, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു പാത്തുണ്ട്. ഈ രണ്ട് പാത്തും കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ നോഡിലും ഈ നോഡിലും അവർ ടച്ച് ചെയ്യുന്നുണ്ട്. 3 നോഡ്സിലും കോമൺ ആണ്. സോ അതിനെ നോൺ ടച്ചിങ് ലൂപ്പ് എന്ന് പറയാം, ബ്രാഞ്ച് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇങ്ങനൊരു പാത്ത് പോകുന്നുണ്ട്, ഇവിടെ ഒരു പാത്തുണ്ട്. ദാറ്റ് ഈസ് X3 എന്ന് പറയുന്നത് ഇവിടെ എങ്ങും വരുന്നില്ല. X1, X2, X4 മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ നോൺ ടച്ചിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നോക്കിയിട്ട് ഈ ഒരു SFG നോക്കിയിട്ട്, SFG എന്നാണ് നമ്മൾ വിളിക്കുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്. ഈ ഒരു പർട്ടിക്കുലർ SFG നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസറും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഇൻപുട്ട് നോഡ്, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് നോഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? എല്ലാ സിഗ്നൽസും അത് ആ ഒരു പർട്ടിക്കുലർ നോഡിൽ നിന്ന് ആയിരിക്കും പോവുക. ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ, അതാണ് ഇൻപുട്ട്. ദാറ്റ് ഈസ് ROS ഈസ് ഇൻപുട്ട്. ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. ദെൻ ഔട്ട്പുട്ട് നോഡ് എന്ന് പറയുന്നത് എന്താ? ഇൻകമിങ് ബ്രാഞ്ചസ് മാത്രമുള്ളതിനെയാണ് ഔട്ട്പുട്ട് നോഡ് എന്ന് പറയുന്നത്. COS ഇസ് ദ ഔട്ട്പുട്ട് നോഡ്, ഇൻകമിങ് മാത്രമേ അതിലോട്ടുള്ളൂ. അത് രണ്ടും അറിയാമല്ലോ. ദെൻ ഫോർവേഡ് പാത്ത്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫോർവേഡ് പാത്ത് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ROS നിന്ന് COSയിലേക്കുള്ള വഴി നോക്കുക. ഏതൊക്കെ ഫോർവേഡ് പാത്ത്സ് ഉണ്ടെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഡയറക്ഷൻ 1 ഒരു ഡയറക്ഷനേ കാണുള്ളൂ ഒരു ബ്രാഞ്ചിന്. സോ G1 നോക്കിയേ, ROS നിന്ന് G1, G2, G3, G4, G5, G7 ഈ വഴി നേരെ പോയാൽ ഒരു ഫോർവേഡ് പാത്ത് ഉണ്ട്. ഇനി ഏതെങ്കിലും ഫോർവേഡ് പാത്ത് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ നോക്കണം, സിഗ്നൽ ഫ്ലോ നോക്കണം. ഇവിടെ വരെ വന്നു, ഇവിടെ വന്നിട്ട് സിഗ്നലിന് ഈ ഒരു ബ്രാഞ്ച് വഴി പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഡയറക്ഷൻ തിരിച്ചാണ്. ഇവിടെ ഇതുവഴി ഇങ്ങോട്ട് പോകാൻ നോക്കുക, അവിടെയും ഡയറക്ഷൻ തിരിച്ചാണ്. സോ അത് രണ്ടും പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ എത്തി, ഇവിടം വരെ എത്തി. ഇവിടെ വന്നിട്ട് നോക്കാം, നമുക്ക് ഇതുവഴി പോകാൻ പറ്റും, കാരണം ഇതിൻ്റെ ആരോ ഹെഡ് ഇങ്ങനെയാണ്. സോ ഇതൊരു ഫോർവേഡ് പാത്താണ്. അപ്പോൾ 2 ഫോർവേഡ് പാത്ത് കിട്ടി. ദെൻ ഇവിടെ വന്നിട്ട് ഇതുവഴി കയറാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 2 ഫോർവേഡ് പാത്താണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി ഫീഡ്ബാക്ക് പാത്ത് ഓർ ഫീഡ്ബാക്ക് ലൂപ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നോഡിൽ തുടങ്ങി ഒരു നോഡിൽ തിരിച്ചെത്തുക. കണ്ടോ, ഈ ഒരു സെക്കൻഡ് നോഡിൽ തുടങ്ങിയിട്ട് സെക്കൻഡ് നോഡിൽ തിരിച്ചെത്തുന്ന സിഗ്നൽ. സോ ദിസ് ഈസ് എ ഫീഡ്ബാക്ക് പാത്ത് ഓർ ഫീഡ്ബാക്ക് ലൂപ്പ്. അതുപോലെ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിയേ. ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് G4 ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് ഈ ലൂപ്പ്, ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പ്. അതൊരു ഫീഡ്ബാക്ക് ലൂപ്പാണ്. അതുപോലെ ഇവിടെ G4 ഇൻറ്റു G5 ഇൻറ്റു H3 ഈസ് എ നോക്കണം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ദെൻ തിരിച്ചു പോകുന്നു. G4 G5 ഇൻറ്റു H3 എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൻ്റെ ഗെയിനാണ്. അങ്ങനെ ഇവിടെ ഒരെണ്ണം 1, 2, 3 ഫീഡ്ബാക്ക് ലൂപ്സ് ഇതിനകത്തുണ്ട്. ദെൻ ഡിറ്റർമൈൻ ദ ലൂപ്പ് ഗെയിൻസ് ഓഫ് ദ ഫീഡ്ബാക്ക് ലൂപ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലൂപ്പ് ഗെയിൻ എഴുതാൻ അറിയാമല്ലോ. G2 ഇൻറ്റു H1, G4 H2, G4 G5 H3 അങ്ങനെ ലൂപ്പ് ഗെയിൻസ് എഴുതാം. ഡിറ്റർമൈൻ ദ പാത്ത് ഗെയിൻസ് ഓഫ് ദ ഫോർവേഡ് പാത്ത്. അപ്പോൾ ഫോർവേഡ് പാത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ഇതൊരു ഫോർവേഡ് പാത്താണ്. അതുപോലെ ഇതുവഴി വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫോർവേഡ് പാത്താണ്. ഈ ഫോർവേഡ് പാത്തിന് രണ്ടിൻ്റെ ഗെയിൻ എങ്ങനെ എഴുതും? G1 G2 G3 G4 G5 ഇൻറ്റു G7. അതുപോലെ G1 G2 G3 G4 ഇൻറ്റു G6 ഇൻറ്റു G7. ഇത് രണ്ടുമാണ് ഫോർവേഡ് പാത്ത് ഗെയിൻസ്. ദെൻ നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കിക്കേ. നോൺ ടച്ചിങ്, എവിടെയെങ്കിലും നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ? ഇവിടുന്ന് നേരെ ഇങ്ങനെ പോവാണ്. ഇതിൽ നോൺ ടച്ചിങ് എന്തായാലും വരില്ല, കാരണം എല്ലാ നോഡും ടച്ചിങ് ആണ്. അപ്പം ആ ഒരെണ്ണത്തിന് കാണില്ല. ദെൻ ഇവിടെ നോക്കിയേ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന ഒരു ലൂപ്പുണ്ട്.
ഇവിടെ അതുപോലെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കുന്ന ലൂപ്പുണ്ട്, ഒരു നോൺ ടച്ചിങ് ആണ്. അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ നോൺ ടച്ചിങ് ലൂപ്പിന് ഇവിടെ 2 എണ്ണം വരുന്നൊരു നോൺ ടച്ചിങ് ലൂപ്പുണ്ട്. അപ്പം 3 ലൂപ്സ്, ഇവിടെ ഒരു ലൂപ്പുണ്ട്, ഇവിടെ ഒരു ചെറിയ ലൂപ്പും ഇതുപോലെ വലിയൊരു ലൂപ്പുണ്ട്. അങ്ങനെ 3 ലൂപ്സ് ഉണ്ട് നോൺ ടച്ചിങ് ആയിട്ട് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 2 ഫോർവേഡ് പാത്ത് ഗെയിൻസ് ഞാൻ മാർക്ക് ചെയ്തെന്നല്ലോ, അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ഇതിനകത്തെ 4 ലൂപ്സ് ഏതൊക്കെയാണെന്നാണ്. ഇവിടെ കണ്ടോ, ഒരു എക്സ്ട്രാ ലൂപ്പും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ലൂപ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു ലൂപ്പുണ്ട്, ഇവിടെ ഒരു ലൂപ്പുണ്ട്. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് കൂടെ വരയ്ക്കാം കേട്ടോ. അത് ഇങ്ങനെ പോയിട്ട് G6 വഴി തിരിച്ചു വരുന്നൊരു ലൂപ്പ്. 4 ലൂപ്സ് ഉണ്ട്. ദെൻ നോൺ ടച്ചിങ് ലൂപ്പ് ഗെയിൻസ്. നോൺ ടച്ചിങ് ലൂപ്പ് ഗെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നോൺ ടച്ച് ചെയ്യാത്തത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിഗ്നൽ ഇവിടുന്ന് കയറി ഇതുവഴി തിരിച്ചിറങ്ങി വരാവുന്നൊരു ലൂപ്പും കൂടെ ഉണ്ട്. അങ്ങനെ 3 ലൂപ്പ്, 1 2, ദെൻ ഇവിടുന്ന് ഇങ്ങനെ വരുന്നൊരെണ്ണം 3, ഇവിടുന്ന് ഇങ്ങോട്ടൊരെണ്ണം 4 ലൂപ്സ് ഉണ്ട്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലൂപ്പിന് ഈ 1 2 3 എണ്ണവും നോൺ ടച്ചിങ് ആണ്. അങ്ങനെയാണ് ആ ഗെയിൻസ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെയും നിങ്ങൾ വരച്ച് നോക്കി കണ്ടുപിടിക്കുക. ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് നോഡ്, ഫോർവേഡ് പാത്ത് ഗെയിൻസ്, അതുപോലെ ഫീഡ്ബാക്സ് ലൂപ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. സെൽഫ് ലൂപ്പ്, സ്വന്തമായിട്ടുള്ള ലൂപ്പ് കണ്ടോ, സെൽഫ് ലൂപ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതുപോലെ ഓപ്പൺ ലൂപ്പിൻ്റെ ഈ ഫോർവേഡ് പാത്തിൻ്റെയൊക്കെ ഗെയിൻ, എത്ര പാത്തുണ്ടോ അവരുടെയൊക്കെ ഗെയിൻ, അതുപോലെ ലൂപ്സിൻ്റെ ഗെയിനൊക്കെ കണ്ടുപിടിക്കാം. സോൾവ് ചെയ്ത് നോക്കാം. സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം, ഇതിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫോർവേഡ് പാത്ത് കണ്ടുപിടിക്കുന്നത്, ലൂപ്സിൻ്റെ ഫീഡ്ബാക്ക് പാത്ത്, ഏതൊക്കെ ഫീഡ്ബാക്ക് എടുക്കണം, നിങ്ങൾ ചെയ്ത് നോക്കുക. സെൽഫ് ലൂപ്സ് എത്ര എണ്ണം ഉണ്ട്, ലൂപ്പ് ഗെയിൻസ് ഓഫ് ദ ഫീഡ്ബാക്ക് ലൂപ്സിൻ്റെയൊക്കെ ലൂപ്പ് ഗെയിൻ, പാത്ത് ഗെയിൻ ഓഫ് ദ ഫോർവേഡ് പാത്ത്സ്. ദെൻ നെക്സ്റ്റ് മേസൺസ് റൂളാണ്. അപ്പോൾ ഈ പ്രോബ്ലം കൂടി നിങ്ങൾ ചെയ്ത് നോക്കി ഗെയിൻസ്, ഈ പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് നോട്ട്സ്, അതുപോലെ ഫോർവേഡ് പാത്ത് ഗെയിന്, ഫോർവേഡ് ലൂപ്സ് ഏതൊക്കെയാണ്, ഫോർവേഡ് പാത്ത്സ് ഏതൊക്കെയാണ്, സെൽഫ് ലൂപ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം.